السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رب اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء. ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. صدق الله العليم. ബഹുമാന്യരായ സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകകളും പിന്തുടർന്നുകൊണ്ട് ജീവിതത്തെ ധന്യമാക്കുവാൻ ഞാൻ എന്നോടൊപ്പം എൻ്റെ സഹോദരങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇന്ന് നമുക്ക് ദുൽഹജ്ജ് 9, പലർക്കും അറഫ നോമ്പ്, അങ്ങനെ ഹജ്ജ് മാസത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളിലും സ്മരണകളിലും ആലോചനകളിലുമാണ് നമ്മളുള്ളത്. ഗൾഫ് നാടുകളിൽ പലയിടങ്ങളിലും ഇന്ന് പെരുന്നാളാണ്. ഇതിൻ്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള പൊരുൾ നമ്മളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് വ്യക്തി എന്നതിനപ്പുറം ഒരു കുടുംബം എന്ന അർത്ഥത്തിൽ ഒരാദർശ കുടുംബത്തിൻ്റെ കഥയാണ്, അനുഭവ സാക്ഷ്യമാണ് അല്ലാഹു നമുക്കായി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇബ്രാഹിം, ഹാജർ, ഇസ്മായിൽ അലൈഹിമുസ്സലാം വ്യത്യസ്ത കഥാപാത്രങ്ങളായി തിളങ്ങി നിൽക്കുന്ന സത്യവിശ്വാസത്തിൻ്റെയും ആദർശത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മൂർത്തിമദ്ഭാവമായി ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയായി തിളങ്ങി നിൽക്കുന്ന 3 പ്രതീകങ്ങളാണ്, കുടുംബത്തിൻ്റെ 3 ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന 3 പ്രതീകങ്ങളാണ് ആ പിതാവിലും ആ ഉമ്മയിലും മകനിലും ജ്വലിച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഒരു ആദർശ കുടുംബത്തിന്റെ മാതൃകായോഗ്യമായ ഹൃദയസ്പൃക്കായ കഥ നമുക്ക് പറഞ്ഞു തരികയാണ്. ഈ കുടുംബം എന്ന അർത്ഥത്തിൽ നമ്മളതിനെ വിലയിരുത്തുമ്പോൾ നമ്മൾ അതിനെ അനുസ്മരിക്കേണ്ടതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആ അർത്ഥത്തിൽ ആ വീക്ഷണകോണിലൂടെ ഒരു ആദർശ കുടുംബം എന്ന നിലയിൽ ഇബ്രാഹിമി മില്ലത്തിനെ, മാർഗത്തെ അനുസ്മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സാമൂഹികമായ ആവശ്യം നമ്മുടെ മുമ്പിലുള്ളത്
ഇന്ന് കുടുംബഘടനയെ തകർക്കുന്ന തരത്തിലുള്ള ഭൗതികവാദ ചിന്താഗതികൾ സമൂഹത്തിൽ അതിപ്രസരം നേടിക്കൊണ്ടിരിക്കുകയാണ്, പടർന്നുകൊണ്ടിരിക്കുകയാണ്. നവ ലിബറലിസത്തിന്റെയും അതേപോലെ നവ നാസ്തികതയുടെയും ദൈവ നിഷേധത്തിന്റെയും ഒക്കെ ചിന്തകളുടെ പേരിൽ വളർന്നു വരുന്ന തലമുറയിൽ വിദ്യാഭ്യാസത്തിനൊപ്പം ഇത്തരത്തിലുള്ള സംസ്കാര ശൂന്യമായ ചിന്തകളും കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുടുംബം എന്ന ഒരു ആശയത്തെ അതൊരു അനാവശ്യമായ മാറാപ്പാണ്, അത് സമൂഹത്തിൽ നമ്മൾ വെറുതെ വലിച്ചു വെക്കുന്ന ഒരു ഏടാകൂടമാണ് എന്ന അർത്ഥത്തിൽ അതിനെ കാണുകയും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുകയും കുടുംബത്തിൽ വിവാഹത്തെയും ഗർഭധാരണത്തെയും പ്രസവത്തെയും മുലയൂട്ടലിനെയും സന്താന ശിക്ഷണത്തെയും വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളുടെ പരിചരണത്തെയും ഒക്കെ അതൊക്കെ ഒരു അനാവശ്യമായി കാണുകയും ചെയ്യുന്ന ഒരു പുതിയ ജീവിത ശൈലി, ലൈഫ് സ്റ്റൈലിലേക്കാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ അമേരിക്കൻ നാടുകളിൽ മുമ്പ് കാലങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ വ്യാപകമായി നടമാടിയതും കൊണ്ട് നടത്തിയതുമായ ഈ ചിന്താഗതി അത് പ്രാവർത്തികമായി പ്രവർത്തന മേഖലയിലേക്ക് സജീവമായി കഴിഞ്ഞപ്പോൾ സമൂഹം അതിൻ്റെതായ ദുരന്ത ഫലങ്ങൾ അനുഭവിച്ചു മടുത്തു. അങ്ങനെ ഇപ്പോഴത്തെ മനുഷ്യദ്രോഹത്തിൽ കൂടുതൽ ഖ്യാതി, അപഖ്യാതി നേടിയിട്ടുള്ള പുതിയ പ്രസിഡന്റ് അമേരിക്കയിൽ വന്നപ്പോൾ അയാൾ പോലും ഈ പുതിയ നവ ലിബറൽ ചിന്താഗതിയുടെ ഈ മൂന്നാം ലിംഗക്കാർക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ സ്വതന്ത്ര ലൈംഗികത എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നടമാടുന്ന ലൈംഗിക അരാജകവാദങ്ങൾക്കെതിരെ അയാൾ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതൊക്കെ ഏതെങ്കിലും പരമ്പരാഗതമായ ധാർമ്മിക ചിന്തയുടെ പേരിലല്ല, മറിച്ച് ഇത്തരം ചിന്താഗതികൾ അനുഭവിച്ച് മടുത്ത് ചീട്ടുകീറിയതിന്റെ പേരിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഹാജറ, ഇസ്മായിൽ അലൈഹിമുസ്സലാം, ഇവരിലൂടെ നമുക്കൊരു ആദർശ കുടുംബത്തിന്റെ അടിത്തറയാണ് നമുക്ക് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. ആ സംസ്കാരമാണ്, ആ മാതൃകയാണ് നമ്മളിലേക്ക് കടന്നു വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ ഒരു സങ്കല്പത്തെയും പ്രാർത്ഥനയെയും ഖുർആനിലൂടെ എടുത്തു പറഞ്ഞു തരുന്നു. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ, എന്നെ നീ നമസ്കാര നിഷ്ഠയുള്ളവനാക്കണം. ഞാൻ പ്രപഞ്ചനാഥനായ നിനക്ക് കൃത്യമായി നമസ്കാരം നിർവഹിക്കുന്നവനായിരിക്കണം. വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളെയും അങ്ങനെ നമസ്കാരക്കാരാക്കി മാറ്റണം. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ. റബ്ബനാ ഉഗ്ഫിർലി വലിവാലിദയ്യ, പടച്ചവനെ, എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു കൊടുക്കണം. വലിൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്കും പുറത്തു കൊടുക്കണമേ. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് നിർത്തുന്ന നാളിൽ ലോക മുഅ്മിനീങ്ങൾക്കും എനിക്കും എന്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണം. എന്റെ മക്കളെ നമസ്കാരമുള്ളവരാക്കണം, സന്താന പരമ്പരകളെ നമസ്കാരമുള്ളവരാക്കണം, എന്നെ നീ നമസ്കാര നിഷ്ഠയുള്ളവനാക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചതായി കാണാം. അഥവാ ഇത് എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന,
അതിലൂടെ എൻ്റെ മുസ്ലിം ഉമ്മത്ത്, ലോക മുസ്ലിം സമൂഹത്തിന് വേണ്ടി, സത്യവിശ്വാസികളുടെ സമൂഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എല്ലാം ഇതിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. വ്യക്തി ഒരു കുടുംബമായി, ആ കുടുംബം സമൂഹമായി ഇങ്ങനെ പരിണമിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഈ പ്രാർത്ഥനയിൽ കാണുന്നത്. സഹോദരന്മാരെ, കുടുംബം എന്ന് പറയുന്നത് അത് ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റാണ് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം രൂപപ്പെടണമെങ്കിൽ അതിന്റെ അടിസ്ഥാന ബിന്ദു ഏതാണ്? വ്യക്തിയല്ല, കുടുംബമാണ്. ഒരു കുടുംബത്തിൽ നിന്നാണ് ഒരു സമൂഹം രൂപപ്പെട്ടു വരുന്നത്. അപ്പോ ഒരു സമൂഹം നന്നാവണമെങ്കിൽ അതിനുള്ള വഴി എന്താണ്? ഒരു കുടുംബത്തെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മാതൃകായോഗ്യമായ നിലയിൽ സംവിധാനം ചെയ്യുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഈ പ്രാർത്ഥന നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. പടച്ചവനെ, എന്നെയും എൻ്റെ സന്താന പരമ്പരകളെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ മാതാപിതാക്കളെയും ലോക മുഅ്മിനീങ്ങളെ എല്ലാവരെയും പടച്ചവനെ നീ ആദർശ നിഷ്ഠയുള്ളവരാക്കണം, നമസ്കാര നിഷ്ഠയുള്ളവരാക്കണം, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കണം എന്ന ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു കുടുംബത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ ചിന്ത എന്താണ്? ഏറ്റവും വലിയ സുന്ദരിയായ ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം, അതുപോലെ അതിലൂടെ 1, 1.5, 2 കുട്ടികൾ പിറക്കണം, വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാകണം, ഒരുപാട് വരുമാനം ഉണ്ടാകണം, ജീവിതത്തിലെ വലിയ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകണം, സ്വപ്ന കോട്ടകൾ പണിയണം. അങ്ങനെ ഇതൊക്കെയാണ് ആളുകളുടെ സ്വപ്നങ്ങൾ. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിലേക്കും പരലോകത്തേക്കും അതിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ആദർശപരമായ ഒരു സ്വപ്നമാണ് പങ്കുവെക്കുന്നത്. ഈ സ്വപ്നം നമ്മുടെയും സ്വപ്നമാകുന്ന നിലയിൽ നമ്മുടെ ഈമാനും ആദർശവും വളരണം, നമ്മുടെ സംസ്കാരവും മൂല്യബോധവും വളരണം. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ കുടുംബം നമസ്കരിക്കുന്നവരാകണം, പടച്ചവന് വഴിപ്പെടുന്നവരാകണം, പരലോകത്ത് രക്ഷപ്പെടണം, പാപങ്ങൾ പുറത്തു കിട്ടണം, മാപ്പ് നേടി അള്ളാഹുവിന്റെ മുമ്പിൽ പരിശുദ്ധരാവണം എന്ന് ചിന്തിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? നമ്മൾ അങ്ങനെ എത്ര വട്ടം പ്രാർത്ഥിക്കുന്നുണ്ട്? ആ ഒരു സ്വപ്നവുമായി നമ്മൾ എത്രത്തോളം മുമ്പോട്ട് പോകുന്നുണ്ട്? മറിച്ച് നമ്മുടെ കുടുംബത്തെ കുറിച്ചിട്ടുള്ള സ്വപ്നങ്ങൾ, സങ്കല്പങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പലതുമാണ്. ഇപ്പോ SSLC, +2 മറ്റ് എക്സാമുകളുടെയൊക്കെ റിസൾട്ട് വരുമ്പോഴേക്കും പല രക്ഷകർത്താക്കൾക്കും അവരുദ്ദേശിച്ച പെർഫോമൻസ് കുട്ടികളിൽ കാണാത്തതിന്റെ പേരിൽ അവർക്ക് ഞെട്ടലും വിറയലും അതുപോലെ മൗനവും ഒക്കെ പിടിപെട്ടിരിക്കുകയാണ്. കരയുകയാണ്. ആളുകളോട്, ബന്ധുക്കളോട്, കുടുംബക്കാരോട് ഒക്കെ തന്നെ അതിന്റെ പരിദേവനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയായിപ്പോയി, ഇങ്ങനെയായിപ്പോയി, പ്രതീക്ഷിച്ചില്ല, എന്നാലും ഭയങ്കരമായ ഒരാഘാതമായി പോയി എന്ന അർത്ഥത്തിൽ. സഹോദരങ്ങളെ, വിദ്യാഭ്യാസം നല്ലതാണ്, ആവശ്യമാണ്, അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്, കൂടിയേ തീരൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനുമപ്പുറം നമ്മുടെ മക്കൾക്ക് ആ അർത്ഥത്തിൽ നമ്മുടെ കുട്ടിക്ക് ഉദ്ദേശിച്ച ഒരു പെർഫോമൻസ് കിട്ടിയില്ല, മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് ഉയർന്നില്ല എന്ന അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ, എന്റെ കുട്ടി നമസ്കരിക്കുന്നില്ല, നോമ്പനുഷ്ഠിക്കുന്നില്ല, സൽസ്വഭാവമില്ല, പടച്ചവനെ അറിയില്ല, പരലോകത്തെ കുറിച്ചുള്ള ചിന്തയില്ല, മാതാപിതാക്കൾക്കും കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, പരോപകാരം ചെയ്യുന്നില്ല, സൽസ്വഭാവമില്ല, കുട്ടി മറ്റുള്ള അബദ്ധസഞ്ചാരം നടത്തുകയാണ് എന്ന അർത്ഥത്തിൽ വ്യാകുലപ്പെടുന്ന, ആശങ്കപ്പെടുന്ന, അവരുടെ നാളെ പാരത്രികമായ ലോകത്തേക്ക് നീണ്ടു നിൽക്കുന്ന ജീവിതത്തിന് വേണ്ടി അവരുടെ ഭാവി സുരക്ഷിതമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണോ നമ്മളെല്ലാവരും? അങ്ങനെ എത്ര പേരുണ്ട്? അല്ല, പരലോകം എന്നൊക്കെ പറയുന്നത് ഒരു തമാശയാണോ? പടച്ചവനും പരലോകവും എന്നൊക്കെ പറയുന്നത് ഒരു നേരം പോക്കാണോ? കൂട്ടത്തിൽ ആളുകൾ പോകുമ്പോ കുറച്ചൊരു ടെൻഷൻ ഫ്രീ സമയം, അത് ജുമായ്ക്ക് പള്ളിയിൽ വന്നിരിക്കുക, ഏതെങ്കിലും വഖത്തുകൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കുക, കാറ്റുകൊള്ളുക, ശാന്തമായി തിരക്കിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക, ആയിക്കോട്ടെ, ഒരു പടച്ചവൻ ഉണ്ടെങ്കിൽ പടച്ചവൻ അവനെ കൂടി ഞാനൊന്ന് ഓർത്തേക്കാം എന്ന അർത്ഥത്തിൽ
ജീവിതത്തിൽ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണോ? വിശ്വാസവും അനുഷ്ഠാനവും ആദർശവും ഒക്കെ സഹോദരന്മാരെ, അതിലപ്പുറം നമ്മുടെ മക്കളുടെ പുറത്തേക്ക് ഒരു തീപ്പൊരി പാറി വന്നിരുന്നാൽ, ഒരു തിളയ്ക്കുന്ന വെള്ളം ഒന്ന് ചെരിഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? എന്നാൽ അല്ലാഹു തആല പറയുന്നത് എന്താണ്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം, സൂക്ഷിച്ചുകൊള്ളണം എന്നാണ്. എങ്ങനെയാണ് സൂക്ഷിക്കുന്നത്? അവിടെ വളരെ പരുക്കന്മാരായ, യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത മലക്കുകളാണ്. ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാതൊരു അല്ലാഹുവിന്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കാത്ത, അക്ഷരം പ്രതി അനുസരിക്കുന്ന കഠോരന്മാരായ മലക്കുകളാണ് ആ നരകത്തിന്റെ പാറാവുകാരായിട്ടുള്ളത്. അവിടേക്കെങ്ങാനും നിങ്ങളുടെ ഭാര്യ വീണുപോയാൽ, നിങ്ങളുടെ ഉമ്മ വീണുപോയാൽ, നിങ്ങളുടെ ഉപ്പ വീണുപോയാൽ, നിന്റെ കരളിന്റെ കഷ്ണമായ മക്കൾ പതിച്ചു പോയാൽ രക്ഷപ്പെടുത്താൻ എന്താണ് വഴി? അവിടെ പോയിട്ടൊന്നും ചെയ്യാൻ കഴിയൂല, ഇവിടുന്ന് കാത്തുകൊള്ളണം. അപ്പൊ ഇവിടുന്ന് നമ്മൾ കുടുംബ ജീവിതത്തിലേക്ക് ചിന്തിച്ച് പോകുമ്പോൾ തന്നെ നമ്മുടെ പ്രാഥമിക ആവശ്യം പടച്ചവനെ അറിയുകയും പടച്ചവനെ നമിക്കുകയും അവന്റെ മുമ്പിൽ നമസ്കരിക്കുകയും അവനെ അനുസരിക്കുകയും പരലോകത്ത് പാപങ്ങൾ പുറത്ത് പരലോകത്തേക്ക് പോകാൻ പ്രാപ്തമാവുകയും ചെയ്യുന്ന ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടാവണം, മാതാപിതാക്കൾ ഉണ്ടാവണം. ഇതാണല്ലോ ആഗ്രഹം. ഇതാണ് നമ്മുടെ സ്വപ്നങ്ങളിൽ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടിയാണ് ഏറ്റവും പ്രഥമമായി നമ്മുടെ മനസ്സിൽ നമ്മൾ ലക്ഷ്യം കാണേണ്ടത്, ശ്രമങ്ങൾ നടത്തേണ്ടത്. അതിനോടൊപ്പമാവണം കുട്ടികളുടെ പഠനവും അവരുടെ മറ്റുള്ള ഭാവി പുരോഗതിയും ഒക്കെ ഉണ്ടാക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചല്ലോ, റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, പടച്ചവനെ സജ്ജനങ്ങളായ മക്കളെ തരണേ. ചില ആളുകളുണ്ടല്ലോ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കഴിയുന്നു. എത്രയോ നാളായി മക്കളെ കിട്ടുന്നില്ല. കാര്യമായ കാരണങ്ങളൊന്നുമില്ല മെഡിക്കൽ റിപ്പോർട്ടില്, പക്ഷെ എന്തോ മക്കളെ കിട്ടുന്നില്ല. ഇനി വേറെ ചില ആളുകളുണ്ട്, മക്കളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നടുവിൽ മക്കളെ കിട്ടി. അവരെയൊക്കെ മാറോട് ചേർത്തണച്ചു വളർത്തി അവര് പ്രായപൂർത്തി എത്തുന്നു. കൗമാരപ്രായത്തിൽ എത്തിക്കഴിയുന്നതോടെ കുട്ടിയുടെ അഭിരുചികളിൽ വ്യത്യാസം വരുന്നു. കുട്ടി വഴിതെറ്റിപ്പോകുന്നു. ആ കുട്ടി മറ്റു കുട്ടികളോടൊപ്പം ഐസ്ക്രീം നുണഞ്ഞോ മിഠായി നുണഞ്ഞോ അവൻ ലഹരിയുടെ ലോകത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവൻ കൂട്ടുകൂടി വേറെ വഴികളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. അവനെ തിരിച്ചു കിട്ടുന്നില്ല. 1 ആയി 2 ആയി 3 ആയി ദുരനുഭവങ്ങൾ. ആ കുട്ടി ഇങ്ങനെ വഴിതെറ്റി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഇടിവെട്ടേറ്റ പോലെ രക്ഷകർത്താക്കൾ സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്തു ചെയ്യണം? എവിടെ പോകണം? ഏത് കൗൺസിലറെ കാണണം? ഏത് ഡോക്ടറെ കാണണം? ഏത് ഉസ്താദിനെയാണ് കാണേണ്ടത്? ഉസ്താദെ ഒന്നുപദേശിക്കണം. സഹോദരങ്ങളെ, അവിടെ മക്കൾ കൈവിട്ടു പോകുന്ന അവസ്ഥ. മക്കളില്ലായിരുന്നെങ്കിലും വേണ്ടില്ല. എനിക്കറിയാം ഒരു സഹോദരി പറഞ്ഞത്, ആവർത്തിച്ച് ലഹരി കേസുകളിൽ പിടിക്കപ്പെടുകയും തല്ല് കേസുകളിൽ പ്രതിയാവുകയും ചെയ്ത്, പടച്ചവരെ എനിക്ക് ഇങ്ങനെ ഒരു മോനില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ സ്ത്രീയെ ഞാൻ കേട്ടിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതേപോലെ മക്കൾ എന്നുള്ളത്, കുടുംബം എന്നത് നമ്മുടെ സൗഭാഗ്യമാണ്. അവിടെ നമുക്ക് സ്വാലിഹീങ്ങളെ കിട്ടണേ, സജ്ജനങ്ങളെ കിട്ടണേ എന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള മുമ്പോട്ട് പോക്ക് ഇത് വളരെ പ്രധാനമാണ്. മക്കളെ കൊണ്ട് വേദന അനുഭവിക്കുന്നവരാണ് മിക്കവാറും രക്ഷകർത്താക്കൾ ആണല്ലോ. അങ്ങനെ വരുമ്പോ നമുക്ക് സുരക്ഷിതമായി സമാധാനത്തോടെ ജീവിക്കാൻ അവിടെ ഹൃദയത്തിലേക്ക് പടച്ച തമ്പുരാനെ ധ്യാനിക്കുക, സ്മരിക്കുക, അവനെ ഹൃദയത്തിലേക്ക് വിശ്വാസമായി ഏറ്റെടുക്കുക എന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവൂ എന്ന് മനസ്സുകളെ സംവിധാനിച്ച പടച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നു. അത് സമ്പത്ത് വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ സൗകര്യങ്ങളും സുഖാഡംബരങ്ങളും വെച്ച് വർണ്ണശബളമായ നിറച്ചാർത്തണിഞ്ഞ ജീവിതത്തിന്റെ ലഹരി കൊണ്ട് മനസ്സിനെ നമുക്ക് സമാധാനപ്പെടുത്താൻ കഴിയില്ല. താൽക്കാലികമായ നൈമിഷികമായ ആനന്ദങ്ങൾ ഉണ്ടാക്കിയേക്കാം.
നീണ്ടു നിൽക്കുന്ന സമാധാനം ഉണ്ടാക്കാൻ പടച്ചവനുമായി ഹൃദയത്തെ കൂട്ടിക്കെട്ടിക്കൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അവന്റെ നിയമനിർദ്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന ഈ ലോകത്തും പരലോകത്തേക്ക് കൂടി നീണ്ടു നിൽക്കുന്ന ശാശ്വതമായ സമാധാനത്തിന്റെ വഴി മക്കളും കുടുംബവും ഒക്കെ സജ്ജനങ്ങളും സച്ചരിതരുമായി തീരുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. വീണ്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സ്വപ്നം കാണാം. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിലും ചേർന്ന് കഅബ പണിയുമ്പോ അവരുടെ പ്രാർത്ഥന ഇതായിരുന്നു. ഖുർആൻ പറയുന്നു, പടച്ചവനെ, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് ജീവിതം സമർപ്പിച്ച മുസ്ലിങ്ങളാക്കണമേ, ജീവിതം സമർപ്പിച്ചവരാക്കണമേ. എന്തൊരാഗ്രഹമാണ്! ഒരു വാപ്പാടെ മോന്റെയും പ്രാർത്ഥനയാണ്. പടച്ചവനെ തിരിച്ചറിയുമ്പോ അങ്ങനെയാണ്. കാണാത്ത ഏറ്റവും വലിയ ആനന്ദമാണ് വിശ്വാസപരമായ പടച്ചവനിലുള്ള വിശ്വാസത്തിന്റെ പേരിലുള്ള ആനന്ദം, ആ തിരിച്ചറിവ്, ആ യാഥാർത്ഥ്യം. അതിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ മോഹം, ഏറ്റവും വലിയ സ്വപ്നം. ഇവിടെ ബിൽഗേറ്റ്സിനെയും അദാനിയെയും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മുടെ യൂസുഫ് അലിയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നവർ, നല്ല നല്ല സമ്പന്നരും വ്യവസായികളും വ്യാപാരികളും ഒക്കെ ഉണ്ടാകട്ടെ. പക്ഷേ ഇവിടെ മനുഷ്യന്റെ ആത്യന്തികമായ ലക്ഷ്യം അതല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ചേർന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പടച്ചവനെ, ഞങ്ങളെ നിനക്ക് വേണ്ടി സമർപ്പിച്ച നല്ല മുസ്ലിങ്ങളാക്കണേ എന്ന്. അള്ളാഹിന്റെ അടുത്ത് സ്ഥാനം കിട്ടുന്നതിനേക്കാൾ വലിയ നേട്ടം എന്താണ്? മുഖ്യമന്ത്രിയുടെ, പ്രധാനമന്ത്രിയുടെ, അല്ലെങ്കിൽ ഏറ്റവും വലിയ സമൂഹത്തിൽ ഏറ്റവും വലിയ താരപരിവേഷമുള്ള ഒരാളുടെ മുമ്പിൽ ഞാൻ എന്റെ സ്വന്തം അടുത്ത ആളാണ് അദ്ദേഹം എന്ന് പറയുന്നതിനെ നമ്മൾ ആനന്ദമായി കാണുന്നില്ലേ? വിശിഷ്ടാതിഥികൾ എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് ബന്ധം ഉപയോഗിച്ചെങ്കിലും പ്രമുഖന്മാരെ നമ്മുടെ കല്യാണങ്ങളിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് താരപരിവേഷമുണ്ടാക്കി അതിന്റെ പേരിൽ ഉയർന്നു നിൽക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷെ ഇവിടെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും പടച്ചവന്റെ ഏറ്റവും ഉന്നതമായ പട്ടികയിൽ ഉൾപ്പെട്ട് അവന്റെ സ്വന്തം ആളാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമർപ്പിതർ എന്ന അർത്ഥത്തിൽ നല്ല മുസ്ലിങ്ങളായി നീ എഴുതി ചേർക്കണേ, നീ രേഖപ്പെടുത്തണേ, അങ്ങനെ ഉൾപ്പെടുത്തണമേ. എന്നിട്ട് പറയുന്നു, ഒമിൻ ദുർജിയത്തിന, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളിലൂടെ പിറക്കുന്ന സന്താന പരമ്പരകൾ, തലമുറകൾ അങ്ങനെയാവണം, നിനക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നവരാക്കണം. ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്, ആ തലമുറയിൽ നിന്ന് നല്ല ഒരു നിനക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു തലമുറയെ, ഒരു സമൂഹത്തെ നീ വാർത്തെടുക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നു. അപ്പോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വ്യക്തിയായി അഗ്നി പരീക്ഷണങ്ങൾ കടന്നു. എന്നിട്ട് ഹാജറ റളിയല്ലാഹു തആലയിലൂടെ കുഞ്ഞു പിറന്നു. അതുപോലെ സാറ റളിയല്ലാഹു അൻഹ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, ആ കുടുംബം അങ്ങനെ വിപുലപ്പെട്ടു. പക്ഷെ ഇവരുടെ ചിന്ത എന്താണ്? ഞങ്ങൾ സജ്ജനങ്ങളാവണം, സ്വാലിഹീങ്ങളാവണം, നിനക്ക് വണങ്ങുന്നവരും വഴങ്ങുന്നവരുമാവണം, ഞങ്ങളിലൂടെ ഒരു നല്ല സമൂഹം പിറക്കണം, മാതൃകായോഗ്യമായ ഒരു ഉത്തമ സമൂഹ സൃഷ്ടി ഉണ്ടാവണം. അതാണ് അവരുടെ സ്വപ്നം. കുടുംബത്തിലൂടെ സഹോദരന്മാരെ, ആ അർത്ഥത്തിലുള്ള സ്വപ്നവുമായി മുമ്പോട്ട് പോയവരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമും കുടുംബവും. അതുപോലെ നിങ്ങൾ നോക്കണം, കുടുംബത്തിലെ മാനസികാരോഗ്യം ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ പടച്ചവനുമായും പടച്ചവന്റെ ദീനുമായിട്ടുമുള്ള ബന്ധത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമതായി, അവർ തമ്മിലുള്ള പരസ്പര ബന്ധം സ്നേഹോഷ്മളമായിരിക്കണമെന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ സംബോധനയുടെ ആ രീതികൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു തആല പറയുന്നുണ്ട്, ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഅ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ഷൈഅ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പിതാവിനോട്, ആസർ എന്ന് പറയുന്ന വിഗ്രഹ വ്യാപാരിയും വിഗ്രഹാരാധകനും ഒക്കെ ആയിട്ടുള്ള നാട്ടിലെ പുരോഹിതനായ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, യാ അബത്തി, വളർന്നു വരുമ്പോ
പിതാവിന്റെ ആശയത്തോട്, മതത്തോട്, ആദർശത്തോട് അതിനോട് ഒരിക്കലും ഇണങ്ങാൻ കഴിയാതെ ആ പിതാവിനോട് വിയോജിക്കുകയാണ്. വിയോജിപ്പിന്റെ രീതിശാസ്ത്രമാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആ വിയോജിക്കുകയാണ്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ പിതാവിനെ വിളിക്കുന്നത്, നമ്മളെ ചില ആളുകളൊക്കെ ദേഷ്യം വരുമ്പോ പറയുന്നത് പോലുള്ള സംബോധനയല്ല മാതാപിതാക്കളെ. യാ അബത്തി, എന്റെ പൊന്നുപ്പച്ചി, എന്റെ വാപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. യാ അബത്തി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിർ, കേൾക്കാത്ത കാണാത്ത ഈ മിണ്ടാ ദൈവങ്ങളെ എന്തിനാണ് അങ്ങ് ആരാധിക്കുന്നത്, അവരോട് പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാം ചോദിക്കുന്നത് ആ ബന്ധം വെച്ചിട്ടാണ്. ആദർശപരമായ, അഭിപ്രായപരമായ വിയോജിപ്പുകൾ മാതാപിതാക്കൾ മക്കൾ തമ്മിൽ ഉണ്ടാകുമ്പോഴും ആ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടുന്ന ഒരു ഭാവം നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാവരുത്, സംബോധനയിൽ ഉണ്ടാകരുത്, പ്രതികരണങ്ങളിൽ ഉണ്ടാവരുത്. എന്റെ ഉപ്പച്ചി എന്ന് വിളിച്ചുകൊണ്ടാണ്. വീണ്ടും കാണാം യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം. മറ്റൊരു സന്ദർഭത്തിൽ പിതാവിനെ സംബോധന ചെയ്യുന്നത് അങ്ങനെ തന്നെ ഖുർആൻ എടുത്തോതുന്നു. എന്റെ ഉപ്പച്ചി, എനിക്ക് അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായ അറിവ് കിട്ടിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇതുവരെയും വന്നു കിട്ടാത്തതാണ്. ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യ, എന്നെ പിന്തുടരുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ നേർവഴിയെ നയിക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം, ആലോചിക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിതാവിനോട് പറയുന്ന രംഗം. മറ്റൊരു രംഗം യാ അബതി ലാ തഅബുദു ശൈത്താൻ, ഈ പിശാചുക്കളുടെ, എന്റെ പിതാവേ, എന്റെ പൊന്നുപ്പച്ചി, ഈ പിശാചുക്കളുടെ വഴിയെ നിങ്ങൾ പോകരുത്, അവരെ ആരാധിക്കരുത് എന്നാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിശ്വാസിയായ പിതാവിനെ പോലും സംബോധന ചെയ്യുന്ന സ്നേഹമസൃണമായ ആ സംബോധന രീതി, അങ്ങനെ ഒരാളെ, ഒരു പിതാവിനെ, മാതാവിനെ സംബോധന ചെയ്യണമെങ്കിൽ അവർ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ ആഴമാണ് ആ വാക്കളന്ന് കാണിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകനോട് ഫലമ്മ ബലഗ മഅഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ. അല്ലാഹു തആല പ്രവാചകനായി തിരഞ്ഞെടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സ്വപ്നത്തിലൂടെ വഹി ലഭിക്കുകയാണ്. ഞാൻ നിന്നെ ബലിയർക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന മോനെ, നിന്റെ അഭിപ്രായം എന്താണ്? അങ്ങനെ മോനെ അടുത്ത് വിളിക്കുമ്പോൾ യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, എന്റെ കുഞ്ഞുമോനെ, അങ്ങേയറ്റം സ്നേഹം തുളുമ്പുന്ന വാക്കുകൾ ഉപയോഗിച്ചാണ് മോനെ വിളിക്കുന്നത്. ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ആ സ്നേഹത്തിന്റെ അളക്കാനാവാത്ത ആഴമാണ് ആ ഒരു കൊച്ചു വാക്ക് എടുത്തു കാണിക്കുന്നത്. സഹോദരന്മാരെ, ആ പിതാവ് മോനോട് അഭിപ്രായം ചോദിക്കുകയാണ്. ഫൻദുർ മാദാ തറ, നീ ചിന്തിക്ക്, ആലോചിക്ക്, നിന്റെ അഭിപ്രായം എന്താണ്? കൗമാര പ്രായത്തിലെത്തി ബാപ്പയോടൊപ്പം അധ്വാനിക്കാൻ പ്രായമായ മോനോട് അവൻ സ്വന്തം ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. കൽപ്പനകൾ മുൻവിധിയില്ലാതെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ആ സ്നേഹബന്ധം, ഊഷ്മളമായ സ്നേഹബന്ധത്തിന്റെ സ്നേഹത്തിൽ ചാലിച്ച വാക്കുപയോഗിച്ച് യാ ബുനയ്യ എന്ന് വിളിച്ചിട്ട് മോനോട് പറയുന്നു, മോനെ, ഇങ്ങനെയാണ് പടച്ചവൻ എന്നോട് നിർദ്ദേശിച്ചിട്ടുള്ളത്, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയെത്തിയ മക്കളോട് അഭിപ്രായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് വകവച്ചു കൊടുത്തുകൊണ്ടുള്ള സ്നേഹോഷ്മളമായ പരസ്പര ബന്ധത്തിലൂടെ മാത്രമേ അനുസരണയും നല്ലൊരു തലമുറയും ഒക്കെ ജന്മമെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സഹോദരന്മാരെ, ഇതാണ് നമ്മൾ മാതാപിതാക്കളും മക്കളും ഭാര്യയും ഒക്കെ തമ്മിലുള്ള ബന്ധം. ഖുർആനിലൂടെ ഈ സംബോധനകൾ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. നമ്മൾ നോക്കണം, ഇവിടെ മോൻ പറഞ്ഞ മറുപടി എന്താണ്? ഇസ്മായിൽ അലൈഹിസ്സലാം പറഞ്ഞു, സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്റെ ഉപ്പച്ചി, ഞാൻ ഒരിക്കലും അനുസരണക്കേട് കാണിക്കില്ല, സ്ഥൈര്യമായി സഹനത്തോടെ ക്ഷമയോടെ ഞാൻ അങ്ങേക്ക് കഴുത്തു നീട്ടിത്തരും, പടച്ചോൻ കൽപ്പിച്ചതല്ലേ എന്ന്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ അതെത്ര കൈപ്പുള്ളതാണെങ്കിലും, അതെത്ര നെഞ്ച് പിളർക്കുന്നതാണെങ്കിലും, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കഴുത്തു നീട്ടാൻ
അത് ശിരസ വഹിക്കാൻ സന്നദ്ധമാകുന്ന ഒരു പിതാവ് ഒരു പക്ഷേ ആ പുത്രൻ അനുഭവിക്കുന്ന തന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് മൂർച്ചയേറിയ കത്തി കണ്ടത്തെ മുറിച്ചു മാറ്റും എന്ന് സങ്കല്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിടച്ചിലും ഒരു ഇടിവെട്ടേറ്റ ഒരു വെപ്രാളവും ഉണ്ടല്ലോ, അതിനേക്കാൾ വലുതായിരിക്കും ഒരു പുത്രനെ ജീവനേക്കാൾ തുല്യം സ്നേഹിക്കുന്ന ഒരു പ്രിയപ്പെട്ട ഉപ്പച്ചി കത്തിയെടുത്ത് മോന്റെ കണ്ടത്തിൽ കത്തി വെച്ച് അറുക്കുക എന്ന് പറയുന്നത്. താങ്ങാനാവൂല, സഹിക്കാനാവൂല. പക്ഷെ ഇവിടെ ആ പിതാവ് അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ സന്നദ്ധനാകും. ആ പുത്രൻ പടച്ചവന്റെ കൽപ്പനയ്ക്ക് മുമ്പിൽ കഴുത്തു നീട്ടാൻ സന്നദ്ധനാകും. ഈ പുത്രൻ പിതാവിനെ അനുസരിച്ചതിന്റെ ഒരു ബന്ധം, ഒരു വഴി എന്താണ്? യാ ബുനയ്യ എന്ന പ്രയോഗത്തിലെ സ്നേഹത്തിന്റെ ആഴമാണ്. സഹോദരന്മാരെ, അതോടൊപ്പം പടച്ചവനുള്ള വിശ്വാസമാണ്. മക്കളെ അനുസരിപ്പിക്കാൻ മക്കൾ അനുസരിക്കുന്നില്ല, വഴിതെറ്റിപ്പോകുന്നു എന്ന് പരാതി പറയുമ്പോൾ ഈ രണ്ട് തരം ബന്ധങ്ങളിലൂടെ മാത്രമേ നമുക്ക് മക്കൾ നേർവഴിയിൽ നടക്കുകയുള്ളൂ. അടിയും ശാസനയും പ്രകോപനവും ശിക്ഷയും ഒരു പരിഹാരമല്ല, മറിച്ച് പടച്ചവൻ എന്നെ നിയന്ത്രിക്കുന്നുണ്ട്, കാണുന്നുണ്ട്, അവൻ എന്റെ രക്ഷിതാവാണ്, അവനെയാണ് ഞാൻ വഴങ്ങേണ്ടതെന്ന ബോധം കുട്ടികളിൽ ഉണ്ടാകണം. രണ്ടാമത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധം ഉണ്ടാകണം. അപ്പോൾ എന്നിട്ടോ അതവർക്ക് യുക്തി വിചാരത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിട്ടുകൊടുത്ത് അവരുടെ ഇഷ്ടത്തിന് അത് ഏറ്റെടുക്കാൻ അവസരം കൊടുക്കണം. അടിച്ചേൽപ്പിക്കലല്ല. നിന്റെ അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിൽ അതെല്ലാം ഉള്ളടങ്ങിയിട്ടുണ്ട്. സഹോദരന്മാരെ, ആ അർത്ഥത്തിൽ നമ്മളും നമ്മുടെ മക്കളും തമ്മിൽ ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെയും ബലിയുടെ അല്ലെങ്കിൽ ആത്മസമർപ്പണത്തിന്റെ കഥ പറഞ്ഞ് ബലിയറുത്ത് നല്ല വിഭവ സമൃദ്ധമായ ബീഫ് കഴിച്ചിട്ട് കാര്യമില്ല. അതിലപ്പുറം അതിന്റെ പിന്നാമ്പുറത്തുള്ള അതിന്റെ അകക്കാമ്പിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ അർത്ഥശകലത്തെ നമ്മിലേക്ക് ആവാഹിച്ചെടുത്ത് നമ്മുടെ കുടുംബത്തെ തഴുകി തലോടി അതിലൂടെ സ്ഫുടം ചെയ്ത് ശുദ്ധമാക്കിയെടുക്കാൻ, അതിലൂടെ പുനഃസൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് നമ്മൾ ഇബ്രാഹിമി മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ മക്കളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, SSLC +2 റിസൾട്ട് വന്നു. ഓരോ വീടുകളിലും കലഹമാണ് പലയിടത്തും. ഒരു ഭാഗത്ത് മധുര വിതരണവും അതുപോലെ പൂമാലയും നോട്ടുമാലയും അതേപോലെ ഭയങ്കര ആഘോഷങ്ങളും ഒക്കെയാണെങ്കിൽ സഹോദരന്മാരെ, പല സ്ഥലങ്ങളിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ പല വീടുകളിലും കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞു പോയതിന്റെ പേരിൽ അവരോട് അങ്ങേയറ്റം കയർക്കുകയും ശത്രുവിനെ പോലെ കരുതുകയും അവരെ ശകാരിക്കുകയും പൊട്ടനെന്നും കഴുതയെന്നും അതേപോലെ വിഡ്ഢിയെന്നും ഉപയോഗമില്ലാത്തവനെന്നും ജീവിതം പാഴാക്കിയവനെന്നും ഒക്കെ വിളിച്ചിട്ട് ആ കുട്ടിയെ അധിക്ഷേപിക്കുന്ന, മനസ്സിന് മുറിവേൽപ്പിക്കുന്ന അവസ്ഥ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തി ഉപയോഗിച്ചപ്പോൾ പോലും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ കഴുത്തിന് മുറിവുണ്ടായില്ല. പക്ഷേ ആ നമ്മുടെ വാക്കുകൾ കൊണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാമിനെ മുറിക്കാൻ ശ്രമിച്ച ആ കത്തിയേക്കാൾ വലിയ മുറിക്കാത്ത കത്തി ആ നമ്മുടെ വാക്കായി ഉപയോഗിച്ചിട്ട് നമ്മുടെ കുട്ടികളെ അറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറുക്കരുത്, നിങ്ങൾ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പല കുട്ടികളും ആകെ മൗനത്തിലാണ്, വിഷാദത്തിലാണ്. ഇതൊക്കെ സൈക്കോളജിക്കലായി, മനഃശാസ്ത്രപരമായി കുട്ടികളിൽ പലതരത്തിലുള്ള സ്വഭാവപരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെടുത്തും, അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കും, സെൽഫ് എസ്റ്റീം ഇല്ലാതാക്കി കളയും. അവർക്ക് തങ്ങളെ കുറിച്ച് തന്നെ എന്നെ കൊണ്ട് സാധിക്കും, കഴിയുമെന്നുള്ള ആത്മബോധം, ആത്മവിശ്വാസം അത് നഷ്ടപ്പെടുത്തി കളയും. ഞാൻ ഒന്നിനും കൊള്ളാത്തയാളാണ് എന്ന അർത്ഥത്തിൽ അവർ മാറിപ്പോകും. മാത്രമല്ല, ആ കുട്ടികൾ റിസ്കുകൾ ഭാവിയിൽ ഏറ്റെടുക്കാൻ സാധ്യതയില്ല, അതിന് സാധിക്കുകയില്ല. അവരെ കൊണ്ട് സമാനമായ പഠനപരമായ റിസ്കുകൾ, തൊഴിൽപരമായ റിസ്കുകൾ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹസികമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ ആ കുട്ടികൾക്ക് ആത്മധൈര്യമില്ലാതെ പോകും. ആ അവസ്ഥയിൽ അവർ ഉൾവലിഞ്ഞു പോകും. അവരെ ക്രമേണ വിഷാദം പിടിപെടും. അവർക്ക് അന്തർമുഖത്വം വന്നു ചേരും. അവർ ആരോടും മുഖം തുറക്കാത്ത, പ്രകടിപ്പിക്കാത്ത, അഭിപ്രായങ്ങൾ പങ്കുവെക്കാത്ത, മനസ്സ് തുറന്ന അഭിപ്രായങ്ങൾ പറയാത്ത മൗനികളായി മാറിപ്പോകും. ഇത് കുട്ടികളിൽ സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാക്കും. അതുപോലെ മാതാപിതാക്കളിൽ നിന്ന് അവർ വിമുഖരായി പോകും. അവരെ ഫേസ് ചെയ്യാൻ ധൈര്യപ്പെടുകയില്ല. കുട്ടികൾ മാതാപിതാക്കളുടെ മുമ്പിലേക്ക് വരിക,
പാടില്ല. കാരണം അവരെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളിലൂടെ നിലപാടുകളിലൂടെ വേദനിപ്പിച്ചിരിക്കുന്നു, വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. അവർ ആ ബന്ധത്തെ കത്തികൊണ്ട്, വാക്കാകുന്ന കത്തികൊണ്ട് മുറിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു. മാതാപിതാക്കളുടെ മുമ്പിലേക്ക് വരില്ല. ഒരു പക്ഷേ ഉമ്മയുടെ അടുക്കളയ്ക്ക് വന്നാലും ഉപ്പയുടെ കൺവെട്ടത്ത് വരാതിരിക്കാൻ ആ കുട്ടി ശ്രദ്ധിക്കും. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉമ്മയിലൂടെ കുട്ടികൾ ഇങ്ങോട്ട് കൺവേ ചെയ്യുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുട്ടി നമ്മുടെ കൺമുമ്പിൽ വരുന്നവരും അഭിപ്രായം പറയുന്നവരും സ്നേഹം പങ്കുവെക്കുന്നവരും അവരുടെയൊക്കെ ആശങ്കകൾ പങ്കുവെക്കുന്നവരും ഒക്കെയാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മൾ എപ്പോഴെങ്കിലും അതേപോലെ തന്നെ കുട്ടികളിൽ ഉണ്ടാകുന്ന മറ്റൊരു സംഗതിയാണ് ദുസ്വഭാവങ്ങളും ദുശ്ശീലങ്ങളും. ഞാൻ എന്തായാലും മോശക്കാരനാണ്, എന്റെ മാതാപിതാക്കൾ അങ്ങനെ ഒരു മേൽവിലാസമാണ് എനിക്ക് തന്നിട്ടുള്ളത്. എന്റെ മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചും എന്നെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ ഇവൻ മാർക്ക് വാങ്ങിയില്ല, ഇവൻ പൊട്ടനാണ്, ഇവൾ കഴുതയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്തുന്ന നിലയിൽ തന്നെ കുട്ടികളെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും മോശക്കാരനാണ്, എന്റെ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഒക്കെ മോശക്കാരനായി പോയി, അതുകൊണ്ട് ഇനി ഞാൻ നന്നാവാണെന്ന് സാധ്യതയില്ല എന്ന് തീരുമാനിച്ച് ദുശ്ശീലങ്ങൾ, തെറ്റായ കൂട്ടുകെട്ടുകൾക്കൊപ്പം പോകാൻ ആ കുട്ടികൾക്ക് പ്രേരണയുണ്ടാകുന്ന ഒരു സ്വഭാവപരമായിട്ടുള്ള എതിർചേരിയിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ ആ കുട്ടികളിൽ ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് നമ്മുടെ കേവലമായ ഇത്തരം വികാര പ്രകടനങ്ങളായിരിക്കും. നമ്മൾ ആലോചിക്കണം, നമ്മുടെ കുട്ടിയെ സ്നേഹത്തോടുകൂടി എന്ത് പേര് ചൊല്ലിയാണ് നമ്മൾ വിളിക്കുന്നത്? സഹോദരങ്ങളെ, ബാഹ്യമായി ശരീരത്തിലേക്കുന്ന മുറിവുകളും അതുപോലെ രോഗങ്ങളും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മാനസികമായി കുട്ടികളിൽ ഉണ്ടാക്കി തീർക്കുകയാണ് പല രോഗങ്ങളും. നമ്മൾ കാരണമായി നമ്മളും രോഗികളായി മാറുന്നു. അങ്ങോട്ട് കൊടുക്കുന്നത് ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ. ആ നിലയിൽ നമ്മളും മാനസികമായി ദുഃഖങ്ങളിലേക്കും വിഷമങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും പോകുന്നു. നമ്മൾ നമ്മുടെ കുട്ടികളെ എന്ത് വാക്കു ചൊല്ലിയാണ് വിളിക്കുന്നത്? അവരെ ചുംബിക്കുന്ന ആൺമക്കളാകട്ടെ പെൺമക്കളാകട്ടെ അടുത്ത് നിർത്തുന്ന, തലോടുന്ന, ചുംബിക്കുന്ന, നല്ല വാക്ക് പറയുന്ന എത്ര പേർ ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങൾ ഉൾപ്പെടെ എത്ര പേരുണ്ടാകുമെന്ന് സ്വയം ഒന്ന് കണക്കെടുത്തു നോക്കൂ. ഞാൻ എവിടെ പെടും? എന്റെ കുട്ടിക്ക് ഞാനൊരു ചുംബനം കൊടുത്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ ചുംബിക്കുമായിരുന്നു, പേരക്കുട്ടികളെ ചുംബിക്കുമായിരുന്നു, തോളിലെടുത്തേറ്റിയിട്ട് ആന കളിക്കുമായിരുന്നു, മുതുകിൽ കയറ്റിയിരുത്തിയിട്ട് കുതിര കളിക്കുമായിരുന്നു, അവരോടൊപ്പം കളികളിലും വിനോദങ്ങളിലും ഏർപ്പെടുമായിരുന്നു, ഭാര്യയെ സഹായിക്കുമായിരുന്നു, അടുക്കള ജോലികളിൽ ഒഴിവു സമയങ്ങളിൽ സഹായിച്ചു കൊടുക്കുമായിരുന്നു. ഇതെല്ലാം നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ മക്കളെ നല്ല പേര് ചൊല്ലി വിളിക്കാറുണ്ടോ? മോനെ എന്ന്, മോളെ എന്ന് സ്നേഹത്തോടെ നല്ല വാക്ക് ചൊല്ലി സ്നേഹം തുളുമ്പുന്ന വാക്കുപയോഗിച്ച് നമ്മുടെ മോനെ, മകളെ അല്ലെങ്കിൽ ഭാര്യയെ, നമ്മുടെ ഉമ്മയെ, ഉപ്പയെ വിളിക്കുന്ന എത്ര പേരുണ്ടാകും? ആ വാക്കിലെല്ലാം ഉണ്ട് സഹോദരന്മാരെ. ജീവിതമപ്പാടെ സ്വഭാവങ്ങളെ മാറ്റിമറിക്കാൻ നല്ല സ്നേഹത്തോടു കൂടിയുള്ള സ്നേഹം തുളുമ്പുന്ന ഒരു അണച്ചുകൂട്ടൽ. എത്ര പെരുന്നാളുകൾ വന്നിട്ട് എന്ത് കാര്യം? നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും നല്ല അത്തറിന്റെ മണവും നല്ല വസ്ത്രവും ധരിച്ചിട്ട് എന്ത് കാര്യം? മനസ്സും തമ്മിൽ സുഗന്ധം പരത്തുന്നില്ലെങ്കിൽ, മനസ്സും തമ്മിൽ ഊഷ്മളായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നില്ലെങ്കിൽ എന്തർത്ഥമാണ്? അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ മക്കൾക്ക് നല്ല പേര് ചൊല്ലി വിളിക്കും, സ്നേഹം തുളുമ്പുന്ന വാക്ക് പറയും. അതേപോലെ അന്തർമുഖന്മാരായി മാറാതെ മനസ്സ് തുറന്ന് പെരുമാറണം. മക്കൾക്ക് സ്നേഹം തുറന്ന് പങ്കുവെക്കണം, അവരുടെ നന്മകൾ എടുത്തു പറയണം. ഒരിക്കൽ ഹുറൈമുൽ അസദി എന്ന സഹാബി, അദ്ദേഹം മുടിയൊക്കെ വളർത്തി വളരെയധികം മുഷിഞ്ഞ കോലത്തിൽ നടക്കുകയാണ്. മുടിയൊക്കെ വലിച്ചിങ്ങനെ വളർത്തിയിട്ട് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു ഫ്രീക്കൺ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തുള്ളവൻ, അവനെ പോലെ വസ്ത്രമൊക്കെ വലിച്ചിഴച്ച്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് ഒരു ജീൻസും അതിലൊരു 5-6 ഹോളും ഒക്കെ ഇട്ട് നടക്കുന്ന കുട്ടിയെ പോലെ അങ്ങനെ നടക്കുന്ന ഒരു ഹുറൈമുൽ അസദിയെ മുടി നീട്ടി വസ്ത്രമിഴച്ച് നടക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? അയാളെ കുറിച്ച്, ആ കുട്ടിയെ കുറിച്ച് പലർക്കും പരാതിയാണ്. നബിയുടെ അടുക്കൽ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? താക്കീത് ചെയ്തോ? ശകാരിച്ചോ? ഉപദേശിച്ചോ? നബി പറഞ്ഞത് ഇന്ന് ആധുനിക മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഉപയോഗിക്കുന്ന നബിയിൽ നിന്ന് കിട്ടിയതാ പ്രൊഫറ്റീവ് സ്റ്റൈല്. ആ നബിയിൽ നിന്ന് കിട്ടിയതാ. നബി പറഞ്ഞത് എന്താ? നിഅമർ റജുലു ഹുറൈമുൽ അസദി ലൗലാ തുല ജുമ്മതിഹി വഇസ്ബാല ഇസാരിഹി. ഈ ഹുറൈമുൽ അസദി എത്ര അടിപൊളി പയ്യനാണ്, നീയാണ് ശരിക്കുള്ളവൻ എന്ന് പറഞ്ഞ അവന്റെ നന്മകൾ എടുത്ത് പറഞ്ഞിട്ട് നബി പറഞ്ഞു, ലൗലാ തുല ഇസ്ബാരി
ജുമ്മത്തിഹി വ ഇസ്ബാല ഇസാരിഹി. പക്ഷെ മോന്റെ ആ മുടിയുടെ ഒരു ഇതുണ്ടല്ലോ, കുറച്ച് നീളം കൂടി പോയിട്ടോ, കുറച്ചൊന്ന് കുറച്ചിരുന്നെങ്കിൽ, ആ വസ്ത്രം കൂടി കുറച്ചൊന്ന് കയറ്റിയിരുന്നെങ്കിൽ നീ അടിപൊളിയാടാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. നിങ്ങൾ നോക്ക്, നബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ സ്വഭാവ ദൂഷ്യങ്ങളും വ്യതിചലനങ്ങളും ഒക്കെ ചികിത്സിക്കുന്നിടത്ത് നബിയുടെ സമീപനങ്ങളും വാക്കുകളും പ്രതികരണങ്ങളും ഇതേപോലെ ശ്രദ്ധാപൂർവം മനസ്സിൽ അങ്ങേയറ്റ കുട്ടി ഉടനെ അതൊക്കെ മാറ്റി അവൻ ഉഷാറായി. ഇങ്ങനെ നൂറുകണക്കിന് കഥകൾ പറയാനും നമ്മൾ കുട്ടികളിലുള്ള നന്മകൾ എടുത്തു പറയാൻ, A+ വാങ്ങിയവൻ, A ഗ്രേഡ് വാങ്ങിയവൻ, അതിന് ഏതോ ചിലതിന് അയാൾക്ക് Aയോ Bയോ Cയോ ഒക്കെ ആയിപ്പോയി. നീ ഇതൊക്കെ ഇത്രയും വാങ്ങിയോടാ എന്ന് ഈ A+ കൊടുക്കാൻ, വാങ്ങിയ A+ അംഗീകാരം കൊടുക്കാതെ നിങ്ങൾക്ക് Cയെ വിമർശിക്കാൻ എന്താ അവകാശം? നിങ്ങൾ അവൻ ചെയ്ത കഠിനാധ്വാനം ചെയ്ത് ഇംഗ്ലീഷിനോ മാത്സിനോ നല്ല മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ സയൻസിന് ഫിസിക്സിന് എന്തോ നല്ല മാർക്ക് വാങ്ങി, അതിനെ നിങ്ങൾ അഭിനന്ദിക്കുന്നില്ല. ആ കുട്ടിയുടെ ടേസ്റ്റ് അതിലായിരിക്കും. നിങ്ങളാകട്ടെ അവന് ഒരു അഭിരുചിയും ഇല്ലാത്ത മാത്സിന് അല്പം മാർക്ക് പുറകെ പോയി എന്ന് വിചാരിച്ചിട്ട് അവനെ ശാസിക്കുക. ആ കുട്ടി അതോടെ ബ്രേക്കാവും, ഡിമ്മാവും. സഹോദരങ്ങളെ, അതേസമയം നിങ്ങൾക്ക് ആ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം, മോനെ മോളെ വളരെ ഉഷാറായിട്ടുണ്ട്, ഇതിന്റെ ഉപ്പച്ചിയുടെ പൊന്നു മോനാണ് മോളാണ്, ചേർത്ത് പിടിച്ച് മിഠായിയൊക്കെ കൊടുത്ത് ചുംബനമൊക്കെ കൊടുത്തിട്ട്. പക്ഷെ അതിനുകൂടി നീ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം കുറഞ്ഞു പോയോ, എന്താ നിന്റെ അഭിപ്രായം, നീ എങ്ങനെയാ പരാജയത്തെ വിലയിരുത്തുന്നത് എന്ന ശൈലിയിൽ ആ കുട്ടിക്ക് വിട്ടുകൊടുത്ത് കുട്ടിക്കെതിരെ വിശകലനം ചെയ്യാനും അവലോകനം ചെയ്യാനും അവസരം കൊടുത്തിട്ട് ആ കുട്ടിയെ സഹായിക്കുന്ന രീതി, ഇത് പഠനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് കാര്യത്തിലായാലും ഈ ഒരു ശൈലി, ഇതാണ് പ്രൊഫറ്റീവ് സ്റ്റൈല്, പ്രവാചകന്മാരുടേത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കണം, വിനോദത്തിൽ കൂടെ പങ്കാളികളാവണം, ചുംബനം കൊടുക്കണം, തലോടലുണ്ടാകണം, നല്ല പേര് ചൊല്ലി വിളിക്കണം, അഭിനന്ദിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരണം. ഇതാണ് ഇതിന്റെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി ആരായിരുന്നു? ഒരു പ്രവാചകനായിരുന്നു, ശരിയാണ്. ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ എന്തായിരുന്നു തൊഴിൽ? ഖുർആനിൽ സ്പഷ്ടമായിട്ട് പറയുന്നില്ല. പക്ഷെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു മേസനായിരുന്നു, നല്ലൊരു കെട്ടിട പണിക്കാരനായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബിയും കൂടി കഅബ പുനർനിർമ്മിക്കുന്നത്. ഇത് യർഫഉൽ ഖവാഇദ മിനൽ ബൈത്തി, കഅബാലയത്തിന്റെ ഭിത്തികൾ ഉയർത്തുന്നത്, കെട്ടിടം ഉയർത്തുന്നത് ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയാണ്. ആ നാട്ടിൽ അവർക്ക് ആരുമായിട്ടും ഒരു ബന്ധമില്ല, അവിടെ സമൂഹം ഇല്ലായിരുന്നു, കെട്ടിടം പണി ചെയ്യുന്ന ആളുകളില്ലായിരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട. അവിടെയൊക്കെ പലരും ഉണ്ടാകും. പക്ഷേ ഇതിൽ അഭിജ്ഞരാണ്, അറിവുള്ളവരാണ് എന്ന നിലയിൽ ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും ചേർന്നിട്ട് കഅബാലയം പണിയുകയാണ്. മാത്രമല്ല, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം, എല്ലാ ഓരോ പ്രവാചകന്മാരെയും അല്ലാഹു തആല മാ ബഅസല്ലാഹു നബിയൻ ഇല്ലാ റഅൽ ഗനം, അല്ലാഹു ഒരു പ്രവാചകനെയും അയച്ചിട്ടില്ല ആട്ടിടയന്മാരായിട്ടല്ല. ഇടയവൃത്തി എന്ന് പറയുന്നത് അതൊരു സമൂഹത്തെ നയിക്കാനുള്ള കുറെ മനഃശാസ്ത്രപരമായ സാമൂഹിക പാഠങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ എല്ലാ പ്രവാചകന്മാരും ഏതെങ്കിലും സന്ദർഭത്തിൽ ആട്ടിടയന്മാരായിരുന്നു എന്നും കാണാൻ പറ്റും. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുടുംബം പോറ്റാൻ ആട്ടിടയനായിട്ടും അതുപോലെ മേസം പണി ചെയ്തിട്ടും ഒക്കെ തന്നെയാണ് നോക്കിയത്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, പൊന്നുമോൻ ഇസ്മായിൽ പിറന്നു. ആ കുട്ടിയെ കാണാതെ കാത്തിരുന്ന് കിട്ടിയതാണ്. അടുത്ത പരീക്ഷണം വരവായി. കൊണ്ടുപോ മക്കയിൽ കഅബാലയത്തിന്റെ ചാരത്തെ മരുഭൂമിയിൽ പച്ചിലയും പച്ചവെള്ളവും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ഒഴിവാക്കാൻ. അങ്ങനെ കൊണ്ടുപോയി ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നു. അപ്പൊ എന്താ വേണ്ടത്? അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് കുടുംബം പോറ്റിക്കൊണ്ടിരുന്നത്. ആര് പോറ്റും? ആര് ആഹാരം കൊടുക്കും, വെള്ളം കൊടുക്കും? കയ്യിലുള്ള ഈത്തപ്പഴി വെള്ളമൊക്കെ തീർന്നുപോയി. പിന്നീട് അത് തീർന്ന മുറയ്ക്ക് ഹാജറ റളിയല്ലാഹു തആല കുടുംബത്തിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുക്കുകയാണ്. എന്നിട്ട് പോകുന്നു, യാത്രാ സംഘങ്ങളെ അന്വേഷിച്ചിട്ട് പോകുന്നു. അധ്വാനിക്കാനും പണിയെടുക്കാനും ഉള്ള സമയമില്ല. കുടിവെള്ളം വേണം, അല്പം ഒരു ആഹാരം വെച്ചു കൊടുക്കണം. അതിന് ആ സഫയുടെയും മറുവയുടെയും മലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കയറി നാലുപാട് നോക്കുകയാണ്. എവിടെയെന്നെങ്കിലും വിദൂര ദിക്കുകളിൽ നിന്ന് വല്ല യാത്രാ സംഘവും വരുന്നുണ്ടോ? എന്തിന്?
അല്പം ഒരു ഇറക്ക് വെള്ളം കൊടുക്കാൻ, ഒരു പിടി ഭക്ഷണം കൊടുക്കാൻ എന്ന അർത്ഥത്തിൽ വെപ്രാളപ്പെടുകയാണ് സഹോദരങ്ങളെ. അപ്പൊ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ഒരു മോനെ പോറ്റാൻ ഒരു കുടുംബിനി, ഒരു ഉമ്മ ഇവിടെ കഷ്ടപ്പെടുന്നതിന്റെ ഒരു മാതൃകയാണ്. ബാപ്പ ഇല്ലാത്തപ്പോഴും ആ കുടുംബത്തെ പോറ്റാൻ വേവലാദികളും വെപ്രാളവും ഇല്ലാത്തൊരു ഉമ്മയാണ്. ആ ഉമ്മക്ക് മേൽക്കൂര ആകാശം മാത്രമാണ്. കുഞ്ഞിനെ കൊണ്ട് കിടത്തിയിട്ട് വരുന്നു, ആഹാരമില്ല, പാർപ്പിടമില്ലാതെ കഴിഞ്ഞപ്പോ അല്ലാഹു തആല ഉറവ് പൊട്ടിച്ചൊഴുക്കി കൊടുത്തു. അതാണ് സംസം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത്തരത്തിൽ ഒരുപാട് കുടുംബപരമായ പാഠങ്ങൾ ഇബ്രാഹിം, ഇസ്മായിൽ, ഹാജറ അലൈഹിമുസ്സലാം കുടുംബത്തിൽ നിന്ന് നമുക്ക് എടുത്ത് നമ്മളിലേക്ക് ചേർത്ത് വെക്കാനുണ്ട്. ആ അർത്ഥത്തിൽ ധീരമായ ആദർശ പാഠങ്ങൾ ഏറ്റെടുക്കാൻ, സംസ്കാരത്തെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതാനും അറിയിപ്പുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം പതിവ് പോലെ എല്ലാ പെരുന്നാളിനും എന്ന പോലെ ഷൊർണൂർ ഈ ജുമാ മസ്ജിദില് ഇൻഷാ അല്ലാഹ് കൃത്യം 7 മണിക്ക് തന്നെയാണ് നമസ്കാരം. എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ബക്കറ്റ് കളക്ഷൻ ഉണ്ട്. എല്ലാവരും ഊഷ്മളമായി ആത്മാർത്ഥമായി സഹായിക്കുക. അല്ലാഹു നമ്മുടെ സദഖകൾ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ ചില ജനാസ നമസ്കാരങ്ങളുണ്ട്. ഒന്ന് സയ്യിദ് മുഹമ്മദ് മൗലവി അഴീക്കോട്, വലിയൊരു പണ്ഡിതനായിരുന്നു. മറ്റൊന്ന് ഷെരീഫ ബീവി കൈതോട്, അബ്ദുൽ ഹമീദ് കന്യാകുളങ്ങര, അബ്ദുൽ സമദ് കൈതയിൽ, അതുപോലെ കാക്കിരിക്കുന്നത്ത് ഹംസ അവരുടെ ഭാര്യ മറിയക്കുട്ടി ഉമ്മ. അല്ലാഹു തആല അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. അവര് കാതിലെ സ്വർണ്ണാഭരണം നമ്മുടെ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്തതാണ്. അല്ലാഹു തആല അവരുടെ നമ്പ്രം പ്രദേശത്ത് നിന്ന് ധാരാളം സഹോദരിമാര് അവരെ കൊണ്ട് കിട്ടുന്ന പൊട്ടും പൊടിയും സ്വർണ്ണമൊക്കെ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഊരി പള്ളിക്ക് കൊടുക്കുകയാണ്. അല്ലാഹു തആല ആ പ്രദേശത്തെ മുഴുവൻ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ പലരും തന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും ഉയർന്ന പ്രതിഫലം കൊടുക്കട്ടെ, സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ, ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ഇതെല്ലാം ജാരിയായ സദഖയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് വായിച്ചു. എല്ലാവർക്കും വേണ്ടിയുള്ള ജനാസ നമസ്കാരം ജുമയ്ക്ക് ശേഷം ഉണ്ടാകും. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.